വെളുപ്പിനെ കഴിഞ്ഞിട്ട് ബലിക്കാരൻ പറഞ്ഞണ്ടേ, വെളുപ്പൊന്നുമില്ല, മണി 6:30 വെളുപ്പിനെ പോയതാണ്. പക്ഷേ ഭയങ്കര തിരക്കായിരുന്നു കേട്ടോ. അതായപ്പോൾ എത്തുന്നതേ ഉള്ളൂ. ഇനി നമുക്കിത് വേണ്ട, അവിടെ ചേട്ടൻ്റെ വാണിങ്ങാണ്. ചേട്ടനിച്ച് വരാതെ വരരുതെന്ന് നിൽക്കണുണ്ടോ. അപ്പോൾ ചേട്ടൻ ഇവിടെ ഇല്ലാത്തുള്ള ആരും അറിഞ്ഞിട്ടില്ല. ഇന്നാണ് വാവ് ബലി, ഇതൊന്നും അറിയത്തില്ല. അങ്ങേരെ തലവട്ടം കൊണ്ട് പോടി വന്നേണ്ട വാണിങ്ങാണ്. ഞാനില്ലാതെ ഈ പരിസരത്ത് ഒന്നു പോരുതെന്ന്. നമ്മളടുത്ത് ഉദയനൂര് പോയിട്ട് എല്ലാവർക്കും വേണ്ടി ഇട്ടിട്ടുണ്ട്. നിങ്ങളെ പോ ചോദിച്ചാൽ ഇനിയിപ്പോൾ ഇനി ഓണം തുടങ്ങി. ബലി കഴിഞ്ഞാൽ ഇനി എന്ന് ഓണമെന്നാവും. പോയന്നെ രാവിലെ പോയന്നെ. നിലവിളക്ക് എന്നുള്ളതാണ്. അത് കർക്കിടക വാവിൻ്റെ സ്പെഷ്യൽ അല്ല, എപ്പോഴും ഉള്ളത് തന്നെയാണ്. നിലവിളക്ക് കത്തിച്ചിട്ട് അടുക്കളയിൽ കയറുമ്പോൾ കിട്ടുന്ന ആ ഒരു സന്തോഷവും സമാധാനവും ഒക്കെ, അതിലൊക്കെ ഉപരി കുടുംബത്തിനുണ്ടാകുന്ന ഒരു ഐശ്വര്യം, അതൊരു പ്രത്യേകം തന്നെയാണ് കേട്ടോ. വെളിയിൽ തിരി വെക്കാൻ പറ്റൂല. തിരി വെച്ചാൽ കാക്ക ഇപ്പം എടുത്തുണ്ടോ. നിലവിളക്കെല്ലാം ഇടിഞ്ഞ് വെക്കാൻ പറ്റൂല. നമ്മളിവിടെ ഞാൻ ഒരു കാര്യം കാണിച്ചാലേ, നമ്മളിവിടെ ഒരു കുഞ്ഞ് ഗണപതി ഭഗവാൻ ഇരിക്കണേണ്ട. ഇത് ചേട്ടന് ഓട്ടോറിക്ഷ ഉണ്ടായിരുന്നു. ഓട്ടോറിക്ഷ എന്ന ഗണപതി ഭഗവാനാണ്. അതിനെടുത്ത് നേരെ ഈ മരത്തിൽ വെച്ചിരുന്നു. അതിനെടുത്ത് ഇവിടെ വെച്ച് നമ്മളെ വീട്ടിലോട്ട് നോക്കിക്കൊണ്ടിരിക്കുന്നു. എന്താ വിഘ്നേശ്വരന് രണ്ടുപേരും കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം നോക്കിക്കൊണ്ടിരിക്കുന്നു. അയ്യോ. അപ്പം ഇന്ന് വാവാണ്, രാവിലെയാണ് ചായക്ക് അടുപ്പിരിക്കണതേ ഉള്ളൂ. ഇനി നമുക്ക് അടുക്കളയിലോട്ട് പോകാം. കുറച്ച് ജോലിയുണ്ട്. വാ. ഊസും കുഞ്ഞൻ്റെ ഊസും ഉണ്ണിയാണ് എൻ്റെ ഉക്ക, അമ്മണിയും തക്കമ്മയും. ഇനി നമുക്ക് അവർ ഉറങ്ങട്ടെ. അവരിന്ന് എണീക്കുന്നത് താമസം മതി. അതായത് ഒന്നിന് അംഗൻവാടിയില്ല, ഒന്നിന് സ്കൂളില്ല. വേണ്ട, എല്ലാം ഇന്നലെ അരിഞ്ഞ് പറക്കി വെച്ചേക്കാണ്. ഇത് സാമ്പാറിന്, ഇത് കിച്ചടി, പച്ചടി, പിന്നെ ഇത് മാവ്. ഈ മാവ് കുറച്ചല്ല കേട്ടോ, വേറെ ഉണ്ട്. രാവിലെ ഇട്ടരിക്കുള്ള. പിന്നെ ബീട്രൂട്ട് കിച്ചടി എല്ലാം അങ്ങോട്ട് മാറ്റി വെക്കണം. പിന്നെ ഇനി ആരൊക്കെ ഉണ്ടല്ലോ, അവിയൽ, അമ്മേ ഇത് അവിയൽ, ഇത് തോരത്തിന്. അവിയൽ, തോരൻ, ബീട്രൂട്ട് കിച്ചടി, സാമ്പാർ, പിന്നെ പച്ചടി. ഇത്രയുണ്ട്. ഇനി സാമ്പാർ, പരിപ്പ് ഇതെല്ലാം വെച്ച് സെറ്റാക്കിയിട്ട് ലാസ്റ്റ് കാണിക്കാം. ഇതിനിടയ്ക്കുള്ള വിശേഷങ്ങളൊക്കെ വരാവേ. തവിയൊക്കെ കെട്ടി തൂക്കിയിട്ടേക്കണേ. തവിയൊക്കെ കെട്ടി തൂക്കിയിട്ടേ. തവി കെട്ടി തൂക്കി. ഇപ്പം എന്ത് വേണം? കുഴമ്പ. ഏത് കുഴമ്പ്? വലിയ അയക്കണാടാ. അവൻ വലിയ അയക്കണം. പോട്ടം പിടിക്കണമെങ്കിൽ ഞാനും കൂടെ വരട്ടെന്ന്. സമയത്ത് കറക്റ്റ് എവിടെന്നെങ്കിലും ഒരു ചൊറി വരും. ചോറൊന്നും പറ്റില്ലേ? പോയാൽ മതി. ആവില്ല. കാപ്പി കൈ ഇരിക്കണം. അത് തന്നെ അല്ലെങ്കിൽ ചോറിൻ്റെ അത് അന്വേഷിക്കണം. പോയാ. അപ്പം ഗൈസ്, നമ്മുടെ പാചകം എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് രാവിലെ കാപ്പി കൊടുത്താണേ. ഇനി പായസം മാത്രം വെച്ചാൽ മതി. പായസം വെക്കണമെങ്കിൽ തേങ്ങ തിരുവണമെങ്കിൽ തേങ്ങക്കാരൻ വന്നിട്ടില്ല. ഇപ്പോൾ കുറച്ച് ദിവസം കൊണ്ട് തേങ്ങ തിരുവണമെങ്കിൽ
ഒരാളുടെ സഹായം വേണം. അപ്പോൾ ചേട്ടനാണ് ഇപ്പോൾ തേങ്ങ തിരുവി തരുന്നത്. അപ്പോൾ ഇനി പട്ടിക്കൂടൊക്കെ കഴുകി ഫ്രണ്ട് മുഴുവൻ വൃത്തിയാക്കിയിട്ടൊക്കെ ഇനി വരുള്ളൂ. വന്നിട്ട് രാവിലെ ആയേ ഉള്ളൂ, 8 മണി ആയേ ഉള്ളൂ. അപ്പോൾ ഇനി തേങ്ങയും തിരികെ തന്ന് പാൽപ്പായസം അല്ല അടപ്പായസം വെച്ചാൽ നമ്മൾ ഇന്നത്തെ ഫുഡ് കംപ്ലീറ്റ് ആയി. ഇനി അടുത്ത ശേഷം കുറച്ച് കഴിയുമ്പോൾ വരാവേ. എല്ലാം കൂടെ എടുക്കാൻ പറ്റണില്ല, കാര്യം ആളില്ല, ക്യാമറമാൻ ഇല്ല, എൻ്റെ കൂടെ ഒറ്റയ്ക്ക് എല്ലാം കൂടെ പറ്റൂലല്ലോ. അമ്മയ്ക്ക് കാപ്പി കൊടുത്ത് അമ്മ കാപ്പിയും കൊണ്ട് റൂമിലോട്ട് പോയി. എനിക്കും വിശപ്പാണ്. അമ്മയ്ക്ക് കാപ്പി കൊടുത്തപ്പോഴാണ് ഇനിയിപ്പോൾ ഞാനും കൂടെ തിന്നളയാന്ന് ഓർത്തത് കേട്ടോ. നല്ല വിശപ്പാണ്. അതിലും രാവിലെ എണീച്ച് കുളിച്ച് നമ്മൾ ജോലിയൊക്കെ ചെയ്തു തുടങ്ങിയ ഭയങ്കര വിശപ്പാണ്. രാവിലെ എണീക്കണവർക്ക് അറിയാം. അല്ല ഞാൻ ഡയറ്റാണ് കേട്ടോ, 2 ഇഡലിക്ക് കഴിക്കുള്ളൂ. എന്നിട്ട് ഉച്ചയ്ക്ക് എത്തിപ്പോഴും എന്തെങ്കിലും കഴിക്കും. നാളെ ആരും ചോദിച്ചാൽ എങ്ങനെ വണ്ണം കുറച്ച് ഡയറ്റ് തന്നെ. ഔട്ട്സ് കഴിക്കും രാത്രിയും രാവിലെ. പിന്നെ ഇന്ന് നല്ലൊരു വിശേഷപ്പെട്ട ദിവസം ആയതുകൊണ്ട് ഇഡലി സാമ്പാറും കഴിക്കും. എൻ്റെ നന്ദൂസ് ഇവിടെ ഇല്ല കേട്ടാ. നന്ദൂസ് പേരാപ്പൂര് നായില്യമല്ലേ, ആയില്യത്തിന് പോയേക്കണം. പാവ രാവിലെ പോയി. കഴിച്ചാ നിങ്ങള് കഴിച്ചാ? ഓ നിങ്ങളെ മോനും കൂടെ പോയി. മണ്ണന്തല്ലേ ഞാൻ പറഞ്ഞില്ലല്ലേ. ആര് പറഞ്ഞതോടുകൂടി? ആരോ വന്ന് ഗേറ്റ് തുറക്കണ സൗണ്ട് നോക്കിയാണ്. ഇങ്ങ് വാടാ. കൊടുത്താ? കഴിഞ്ഞാ പൂജ കഴിഞ്ഞാ? നടന്നോണ്ടിരിക്കണേ ഉള്ളോ? ഡീരി പിന്നെ നീ എന്തെങ്കിലും വന്നാ? വിഷം തുടങ്ങ. ശരി അവിടെ ഇരി. അവിടെ വച്ചിട്ടാ അവിടെ അമ്മ കാപ്പി തരാം. പിന്നെ എടുത്ത് കഴിയും. കഷ്ണം മാറ്റിയിട്ട് കറി മാത്രം തിരഞ്ഞെടുക്കുന്നു. നോക്കിയാണ് കഷ്ണവും കറിയും കൂടെ എടുക്കും മക്കളെ. എനിക്ക് ആ കണ്ണം തന്നെ ഇഷ്ടം, പക്ഷെ ഇപ്പം കഷ്ണം കഴിക്കുമ്പോഴത്തേക്കും വെള്ളം തരാം. കാലി തന്നെ എടുത്താ. ഒരു ഇഡലി ഉള്ളു നോക്കാം. അമ്മ ദോശ ഇട്ടുതരാം. തികഞ്ഞില്ല കാപ്പി. അമ്മ ദോശ ഇട്ടുതരാം. ഒന്ന് കഴിച്ച ഇവിടെ താവാനെന്താ? ഭയങ്കര വിശപ്പെന്ന് പറഞ്ഞവനാണ്. ഭയങ്കര വിശപ്പെന്ന് പറഞ്ഞു. ഒരു ഇഡലി കൊണ്ട് എന്തരടി? കുളിയില്ല, ജപവും ഇല്ല. ഉറക്കോനിച്ചോന്നിരിക്കുന്നു ഒട്ടത്തേക്കണ. പല്ല് കാച്ചല്ലേ? അപ്പൊ ഗൈസ് നമ്മുടെ കാക്കിക്കുള്ള ഭക്ഷണം ആയിട്ടുണ്ടേ. ഇനി നമ്മുടെ പപ്പടം. ഇത്രയാണ് നമ്മുടെ വിഭവങ്ങൾ. ഇനി കാക്കയ്ക്ക് കൊടുക്കാണ് കേട്ടോ. ഈ വെച്ചു കൊടുക്കുന്ന ഒരു ചടങ്ങുണ്ട്. എത്ര പേർക്ക് അറിയുമെന്നറിയില്ല. ഈ വേദി നമ്മള് പണ്ട്, അതായത് നിങ്ങളെ കല്യാണം കഴിഞ്ഞ് ഇവിടെ വന്ന സമയത്ത് ഈ പറയുന്ന രീതിയിൽ ചേട്ടൻ ആഹാരം വെച്ചു കൊടുത്തിട്ട് വെളിയിൽ കളവ് ഉളച്ചിട്ട് എന്നോട് പോകാൻ പറയും. അപ്പൊ ഞാൻ എൻ്റെ വീട്ടിൽ ശീലിച്ചെന്ന് പറയുന്നത് നമ്മള് കാക്കയ്ക്ക് ഫുഡ് കൊടുത്തിട്ട് ഇപ്പൊ നമ്മളെല്ലാരും വിളമ്പി കഴിക്കും. അപ്പൊ ഇവിടെ ഇവരുടെ രീതി എന്ന് പറയുന്നത് ഇങ്ങനെ എല്ലാവർക്കും വിളമ്പി വച്ചിട്ടാണ് പുറത്തിറങ്ങിയിട്ട് വാതിലടച്ച് നിന്നിട്ടാണ് കാക്കയ്ക്കും കൊടുത്തിട്ട് എന്നിട്ട് അകത്ത് വരും. ഞാനും ഈ മനുഷ്യനും ആദ്യം ഭയങ്കര വഴക്കായിരുന്നു. കാര്യം എനിക്ക് ഞാൻ ശീലിച്ചത് അതല്ല. എന്റെ ശീലം വാതിൽ മുട്ടിയിട്ട് കയറും.
പിന്നെ ഇപ്പൊ ഞാൻ അങ്ങേരുടെ ശീലത്തിനൊത്തായി ഇപ്പൊ വച്ചു കൊടുത്തിട്ട് വെളിയിലിറങ്ങിയിരിക്കും. വാവിന് മാത്രമേ ഉള്ളൂ കേട്ടോ, ഓണത്തിനൊന്നും ഇങ്ങനെയില്ല. വാവിന് ഓണത്തിന് പക്ഷെ ഞാൻ കാക്കയ്ക്ക് ഫുഡ് കൊടുക്കും കേട്ടോ. എനിക്കത് എൻ്റെ ഒരു രീതിയാണ്. അതായത് പിതൃക്കളാണല്ലോ കാക്കകള്. അപ്പൊ നമ്മുടെ വാവിന് നമ്മുടെ ഓണാഘോഷത്ത് അവരെയും കൂടി നമ്മൾ കൺസിഡർ ചെയ്യുന്നതായിട്ട് ഞാൻ അവർക്ക് വെച്ചു കൊടുക്കും. അതന്നെ. അപ്പൊ അതുകൊണ്ട് അപ്പൊ ഇങ്ങനെ വെച്ചു കൊടുക്കൊന്നുമില്ല. പക്ഷെ വാവിന് ഇങ്ങനെ ഉണ്ടായിരുന്നു. ഞാനും ഇങ്ങനോട്ട് ആദ്യം ഭയങ്കര വഴക്കായിരുന്നു ഈ പരിപാടി. ഇങ്ങേരും ഞാൻ വിട്ട് ചേരൂല. ഇങ്ങേരും എന്റെടാ ഞാൻ നോക്കിയപ്പോണ്ട് കഷ്ടപ്പെട്ട് ചോറും കറിയൊക്കെ വെച്ചിട്ടുണ്ടപ്പോ കഥ കുളച്ചിട്ട് വെളി ഇറങ്ങിപ്പോ ഞാൻ കേൾക്കോ ഞാൻ എനിക്ക് പറ്റൂല എന്ന് പറഞ്ഞു. അങ്ങനെ ഒരു വാവിന്റെ ഒന്ന് ഭയങ്കര വഴക്കായിരുന്നു. പിന്നെ ഇവരുടെ രീതി എനിക്ക് മനസ്സിലായി. ഇവരുടെ രീതി ഇതാണ്, നമ്മുടെ രീതി പോലെ അല്ല. പിന്നെ ഞാനത് ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുത്ത്. ഇതില് വേറൊരു ഇതെന്ന് പറയുന്നത് വേണ്ട, 5 ഇലയുണ്ടേ. അത് തന്നെ, പാത്രത്തിൽ തീറ്റിക്കാരി നമ്മളിനകത്ത് കയറ്റാനാണ് പ്ലാന്. എന്തൊക്കെ കറികൾ കുറവുണ്ടല്ലോ ചോദിച്ചാ. പച്ചടിയൊന്നും വെച്ചില്ല. നിങ്ങളെല്ലാം ഓർഡർ എത്തിച്ചാണ് മനുഷ്യ വെച്ചത്. പച്ചടിയൊക്കെ വെച്ചിട്ടല്ലേ തോരനും അവിയലൊക്കെ ഉള്ളത്. എന്തു കാണിക്കണ തിരിഞ്ഞു വന്ന് പറഞ്ഞിട്ട് എന്തോ പിന്നെ ഓഹോ ഇങ്ങനെയൊന്നും അല്ല. ആദ്യം പച്ചടി കിച്ചടി പിന്നെ തോരൻ അവിയൽ അങ്ങനെയാണ്. അതിനിപ്പോ പോട്ട് അപ്പൊ വേണ്ട. അപ്പൊ നമ്മുടെ കറികള് ഇനി ചോറ്, പരിപ്പ്, സാമ്പാർ, ഇത് ബീട്രൂട്ട് കിച്ചടി, ഇത് അവിയല്, ഇത് ക്യാബേജ് തോരൻ, പിന്നെ ഇത് പച്ചടി, ഇത് പരിപ്പ്, സാമ്പാർ ഇലക്കകത്ത് വരുന്നേ, പിന്നെ പായസം. ഇവിടെ ചോറായേ തന്നെ. ട്രൈ ചെയ്യാം, ഫുഡ് കൊടുക്കാം. ശരി ശരി. എനിക്ക് നിർബന്ധിക്കാനേ പറ്റുള്ളൂ, പിടിച്ചൊരിക്കാൾ ആരോഗ്യമൊന്നും ഇല്ല. പരിപ്പ് നല്ലൊരു ദിവസം വഴക്ക് വേണ്ട എന്നുള്ളതാണ്. ഇല്ല, എനിക്ക് അത് ചോറ് ചോദിച്ചാ ഇതാണോ? അയ്യോ ഇത് കുറച്ചുണ്ടല്ലോ. ശരി ഓക്കെ. അപ്പൊ എല്ലാം കഴിഞ്ഞല്ലേ? ഇനി പപ്പടവും വെച്ചിട്ട് കാക്കല്ലേ. നന്ദേ TV ഓഫ് ചെയ്യും മക്കളെ. അതെ, എല്ലാവർക്കും വച്ചു കൊടുത്തിട്ട് ഞങ്ങളിതേ വെളിയിലോട്ട് പോവാണ്. അലച്ചോണ്ടല്ല പോവേണ്ടതേ. ഞാൻ പറഞ്ഞല്ലോ, ഇത് ഓരോ നാട്ടിലെ ചടങ്ങുകളാണ്. ചടങ്ങുകളിലൊക്കെ വ്യത്യാസങ്ങൾ ഉണ്ടാവാം. ഞാൻ പറഞ്ഞല്ലോ, ഞാനും വേറൊരു ചടങ്ങിൽ നിന്ന് ഈ ചടങ്ങിലോട്ട് അഡ്ജസ്റ്റ് ചെയ്ത ആളാണ്. കാക്കയുടെ വെള്ളം അവിടെ ഇതേണ്ടോ? ഈ ഫുഡ് കഥ കടച്ചിട്ട് നമ്മളെ വെളിയിലോട്ട് നിൽക്കുക. 5 മിനിറ്റ് കാക്കയ്ക്ക് ഫുഡ് വെച്ചിട്ട് വരുന്നു, തിരിച്ചു കയറുന്നു, അത്രേ ഉള്ളൂ. മുറത്തീന്ന് മാറ്റി വെക്കണ്ടേ? കൈ നനച്ചാണ് കാക്കയെ വിളിക്കുന്ന കേട്ടാ. ഇനി കാക്ക വന്ന് കഴിച്ചോളൂ. ഇവിടെ ഉണ്ടായിരുന്ന ആളിപ്പോ ഇവിടെ ഇല്ല, ആളങ്ങ് പോയി. ആളെ കൊണ്ടും കൂടെ ഒന്ന് കൈ കൊട്ടിക്കണം. കഴിഞ്ഞ വർഷം ഞാൻ അങ്ങനെയാണ് ചെയ്യിച്ചേട്ടാ. 2-3 വർഷമായിട്ട് ഞാൻ സ്ഥിരമായിട്ട് കാക്കയ്ക്ക് ഭക്ഷണം കൊടുക്കുമ്പോൾ അമ്മയും കൊണ്ടും കൂടെ കൈ ഇങ്ങനെ ചെയ്യിക്കും. അതെനിക്കൊരു കംഫേർട്ടാണ്. കാര്യം അമ്മയുടെ ഇഷ്ടപ്പെട്ട ആൾക്കാർ വന്ന് കഴിക്കട്ടെ, അമ്മ വിളിച്ചു വരുത്തുന്നതാവുമല്ലോ. വാ, ഒന്നൊന്ന് കൈ നനച്ച് കാക്കയ്ക്ക് ചോറ് കൊടുക്ക്. ഇങ്ങനെ കൊടയി വാ വാ, കൈ നനച്ചിട്ടേ ഒന്ന് കാക്കയൊന്ന് വിളി. വേണ്ട, ഭക്ഷണം വെച്ചേക്കുന്നു. ഒതുങ്ങിപ്പോണേ, ഇങ്ങോട്ട് ഒതുങ്ങിപ്പോണേ, ഒതുങ്ങിപ്പോണം. അങ്ങോട്ട് നോക്കി കൈയോട്ടമ്മ. വന്നോളൂ.
വിളിക്കുന്നു. ആ വരും വരും വരും. അവൻ തങ്ങ് പോണോ? അവൻ തങ്ങ് പോണോ? അതിന്റെ മരുന്ന് പോവാ. കഴിക്കാൻ വരണില്ലേ? നീ ചോറ് വിളമ്പി കാക്കയ്ക്ക് കൊടുത്തില്ലേ? ഇനി ബാക്കി നമ്മളും കൂടെ കഴിക്കണ്ടേ? അല്ലെ കാക്കയ്ക്ക് കൊടുത്തതിന്റെ ബാക്കി ആഹാരം നമ്മളും കൂടെ കഴിക്കണ്ടേ? ഇനി പാത്രത്തിൽ തന്നാ മതി എനിക്ക്. ഞാൻ അവിടെ മരുവിലെന്ന് എനിക്ക് അറിഞ്ഞൂടെ. അമ്മ ഇന്നൊരു ദിവസം നമ്മൾ ദാണ്ട് ഇപ്പൊ കാക്കയ്ക്ക് കൊടുത്തതുപോലെ നമ്മൾ കുറച്ച് ആഹാരം ഇലയിൽ നമ്മളും കഴിക്കണം. എന്നാ ഓ ഞാൻ അവന്റെ വീട്ടിൽ കയറൂല. നമ്മള് പക്ഷെ ഒരു ഇതുപോലെ ഒരു അറ്റത്തിരുന്ന് കഴിക്കാം. അത് കുഴപ്പമില്ല. അവന്റെ വീട്ടിൽ കയറിയെന്നും പറഞ്ഞത് കുഴപ്പം. ഇന്നൊരു ദിവസത്തേക്കല്ലേ, നമുക്കിനി ഓണത്തിനൊന്നും കഴിക്കണ്ട. ഇന്നൊരു ദിവസത്തേക്ക് മാത്രം, ഇന്നൊരു ദിവസം മാത്രം നമുക്ക് അവിടെ ഇരുന്ന് കഴിക്കാം. ഇന്നത്തേക്കും നാളത്തേക്കും മറ്റന്നാളത്തേക്കും ഞാൻ കയറും. എന്റെ പാട്ടിന് പാ. നീ നില്ല്, പറയണ കളിഞ്ഞ് വാ. ഇന്നൊരു ദിവസത്തേക്ക് നമുക്ക് കഴിക്കാം. ഇന്നൊരു ദിവസത്തേക്ക് അകത്തിരുന്ന് കഴിക്കാം. പറ്റൂല പറ്റൂല. എന്റെ വീട്ടിനകത്തൊന്നും കയറൂല. വരണു മക്കളെ, വരണു. പിള്ളേർക്കും വിശക്കണല്ല. നീ അപ്പൂപ്പന്റെ ഫോട്ടോ ഞാൻ അവിടുന്ന് മാറ്റി. ആ നിങ്ങളല്ലേ ഇന്നലെ പറഞ്ഞത് അപ്പൂപ്പന്റെ ഫോട്ടോ അവിടെ ഉണ്ടെങ്കിൽ കേറൂലെന്ന്. ഞാൻ കയറൂല. അപ്പൂപ്പൻ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൂപ്പൻ നോക്കൂല. ഫോട്ടോ ഞാൻ മാറ്റി. മാറ്റിയാ? ഓ അപ്പൂപ്പന്റെ ഫോട്ടോ ഞാൻ മാറ്റി അവിടുന്ന്. മാറ്റിയെങ്കിൽ കുഴപ്പമില്ല. അതെ ഇവരെ കൺവീൻസ് ചെയ്യുന്നടാ. മാറ്റിയെങ്കിൽ അപ്പൂപ്പന്റെ ഫോട്ടോ അപ്പൂപ്പന്റെ ഫോട്ടോ മാറ്റി. മാറ്റി നമ്മള് മാറ്റി. മാറ്റി. അപ്പൊ അവിടെ ഇരുന്ന് നോക്കിക്കൊണ്ടിരിക്കും നമ്മളെ. ഇനി ഒരു ദിവസത്തേക്ക് വരഞ്ഞു മേടിക്കാൻ. ഇന്നൊരു ദിവസത്തേക്ക് ഇനി മേലെ വരലും ഇല്ല. ഇന്നൊരു ദിവസത്തേക്ക് നമുക്ക് കേറാം. പോട്ടെ. ആ ഭൂമിയിലാകെ പേടിയുണ്ടായിരുന്ന അപ്പൂപ്പനെ മാത്രമേ ഉള്ളൂ. ഭൂമിയിലാകെ പേടിയുണ്ടായിരുന്ന അപ്പൂപ്പനെ മാത്രമേ ഉള്ളൂ. അപ്പൂപ്പനെ പേടിയായിരുന്നു. അത് തന്നെ കാര്യം. നിങ്ങൾ ഫ്രണ്ടിൽ കൂടെ പോയി കഥ തുറക്ക്. അമ്മ ഇവിടെ ഇരുന്നാ എങ്ങനെ ശരി? ഇവിടെ ഞാൻ എങ്ങനെ ഇലയിട്ട് തരും? അതുപോലെ ഇല ഇട്ടും പോയി. അത് ഞാൻ ഇല ഇട്ട്. ഞാൻ വീട്ടിനകത്തൊന്നും കയറുന്നില്ല. വീട്ടിനകത്ത് കയറുന്നത്. അമ്മ നിങ്ങൾ വാ ഇങ്ങോട്ട് പരി, നമുക്ക് അകത്ത് കയറാം. ഇത് പരി, ഞാൻ കാല് എഴുവട്ടെ. വാ ചെരുപ്പിട്ട് ഇട്ടല്ലേ. ഇങ്ങോട്ട് വാ. ഇങ്ങോട്ട് വന്നാണ് കാല് ഇവിടെ ഇരിക്കണമെങ്കിലും കാല് എഴുവണം. ഇങ്ങോട്ട് വാ. അകത്ത് പോകണ്ട അമ്മ. അകത്ത് പോയിരിക്കാം. അവിടെ ഇല ഇട്ടിരിക്കുന്നു. വാ അകത്ത് പോകണ്ട. പിള്ളേര് വിശന്നിരിക്കുന്നു. അവർ എത്ര നേരം കൊണ്ട് നോക്കിക്കൊണ്ടിരിക്കണം. ഞാൻ എന്റെ പിള്ളേര് വെച്ചെന്നിരിക്കുന്നത് ഞാൻ തരില്ല. അത് ഒരു ദിവസത്തേക്ക് ചോറ് കഴിച്ചാൽ മതി. ഇനി വിളിക്കൂലല്ലോ. ഇതോ ലാസ്റ്റത്തത്. ഇന്നൊരു ദിവസത്തെ ചുമ്മാ ചുമ്മയൊന്നും പറയണില്ല. അപ്പൊ നിങ്ങൾ എണീറ്റ് വന്നാണ്. എണീച്ചാണ് എനിക്ക് വയ്യ. നിങ്ങളോട് കെയറിയാണ് പോയാണ്. നിങ്ങളോട് പോയാണ്. ഇങ്ങോട്ട് വരി. പറയുന്ന പിള്ളേർ എത്ര നേരം കൊണ്ട് വരുന്നില്ല. പിന്നെ വരുന്നില്ല. ഒരു ദിവസമൊക്കെ ഇരിക്കാം. അവിടെ ഒരു ഇല കണ്ട. അച്ഛന്റെ ഫോട്ടോ കാണാൻ ഇവിടെ ഇല്ലേ? അച്ഛന്റെ ഫോട്ടോ കാണാൻ അവിടെ ഇല്ലേ? മാറ്റി കണ്ട. അച്ഛനൊക്കെ വന്നിട്ട് പോയി. അച്ഛനൊക്കെ വന്നിരിക്കും. അല്ല അച്ഛന്റെ ഫോട്ടോയൊക്കെ മാറ്റി. അച്ഛന്റെ ഫോട്ടോ മാറി. ഇപ്പൊ മോനും ഭാര്യയും മക്കളേ ഉള്ളൂ. നോക്കിക്കൊണ്ടിരിക്കുന്ന കഴിക്ക്. ഞാൻ ഫോട്ടോ എടുക്കട്ടെ. നിങ്ങൾ ഇരി കുഞ്ഞി ഇരി. അമ്മ ഫോട്ടോ എടുക്കട്ടെ. നിങ്ങളെല്ലാരും ഇരി. ഒരു ദിവസം കഴിച്ചെന്ന് പറഞ്ഞുകൊണ്ടെന്ന് ആരും വന്ന് തലേന്ന് വെട്ടൂല. ഇന്ന് ഒറ്റ ദിവസത്തിന് വേറൊരു പ്രത്യേകതയുണ്ട്. പൂയം നാളുമാണ്. അപ്പൊ അതെ എല്ലാരും ഇതേ കഴിക്കാറ്. ഞാൻ മാത്രം ഇരുന്നില്ല കേട്ടാ. കാര്യം ഞാൻ കഴിക്കാതിരുന്നാല് സെർവ് ചെയ്യണല്ലോ. പക്ഷെ സർവർ ഇവിടെ ഉണ്ട്. ഇരിക്കാൻ പേടാ. പക്ഷെ വിളമ്പാൻ പറ്റൂലോ മക്കളെ. അത് കുഴപ്പമില്ല. നിങ്ങളൊക്കെ കഴിച്ചിട്ട് ഞാൻ കഴിക്കാം. അല്ലെങ്കിൽ വാഴ നിങ്ങൾ വിളമ്പണം. അപ്പൊ ഞാൻ കഴിക്കാതിരിക്കും. ഇടത്തെ കൈയുണ്ടേ വെള്ളം എടുക്കണം. നിനക്ക് ഇനി എന്ത് വേണം? മാങ്ങയൊക്കെ പിന്നെ ഉള്ളൂ. അതൊന്നും പിടിക്കാതെ ഒരു കാര്യം ചെയ്യാം. അച്ചാർ സെറ്റ് എടുത്ത് ഇവിടെ കൊണ്ട് വെക്കാത്തത്. ഞാൻ എടുക്കാം. ഞാനും കൂടെ എടുക്കാം. പിള്ളേർക്ക് വിശക്കയില്ലേ.
അമ്മക്ക് വിശക്കല്ലേ? അമ്മ കഴിക്കാം. എനിക്കൊന്നുകൂടെ. അമ്മക്ക് വിശന്ന് വയറ് അമ്മ. ഓക്കെ. അച്ചാറേ, Thank you. അച്ചാറിനെ അവിടെ കാണൂല. അച്ചാറ് ഇതിലേ ഉള്ളൂ. അച്ചാറ് മാറി. ചോറ് മതിയാന്നേ? സാമ്പാർ വേണ്ടേ? വേണ്ടേ? അമ്മ അറിയാം. എനിക്കിതുണ്ട്. താഴെ പപ്പടം പപ്പടം ഇല്ല, അടങ്ങ്. എനിക്ക് വേണം. എനിക്ക് വേണം. ഓ വാ. ഇരുന്ന് കഴിക്കേ, ഇരുന്ന് കഴിക്കേ. ഓ. നിനക്ക് വേണോടാ? മാങ്ങ, ഇഞ്ചി എങ്ങനെ ആർക്കെങ്കിലും വേണോ? എനിക്ക് വേണ്ട. ഇഞ്ചി വേണോ? അപ്പൊ? ഇഞ്ചി കറി വേണോ? വേണ്ട വേണ്ട വേണ്ട. നമ്മുടെ വാവര ഇങ്ങനെ അങ്ങ് ഹാപ്പി ആയിട്ട് തീർന്നതിന് ഞാൻ ഒന്ന് കഴിച്ചോട്ടെ ഏട്ടാ. ഇനി നമുക്ക് ശേഷം പിന്നെ എനിക്ക് വേണ്ട. കറിയൊക്കെ നന്നായിരിക്കും. നന്നായിരിക്കണ. ഉപ്പ് നോക്കാതെ വെച്ചാണ്. ഒന്നിലും ഉപ്പ് നോക്കിയില്ല. നന്നായിരിക്കും. കണക്കണ ഇടില്ല പൊളി. ഇങ്ങനെ അമ്മ ഇത്രയും നോക്കാതെ കറക്റ്റ് ഉപ്പാവണം. അത് നമ്മള് പാചകം ചെയ്യാൻ തുടങ്ങുമ്പോൾ നമുക്ക് മനസ്സിലാവും. സാമ്പാർ വേണോ? സാമ്പാർ നമ്മൾ വേണോ? കുറെ കാലം പാചകം. എക്സ്പീരിയൻസ്. മാങ്ങാച്ചാർ വേണോ? അങ്ങനെ വേണ്ട. ഇഞ്ചി വേണോ? വേണ്ട. മാങ്ങ അല്ല നാരങ്ങ. ഗൈസ് പിന്നെ എനിക്ക് അവിയല്ല. ഫ്രണ്ട്സ് പിന്നെ എനിക്ക് വരുന്നുണ്ട്. അവിയലോ തോരനാ? എനിക്ക് മാങ്ങ. അത് ബീട്രൂട്ട് കിച്ചടി. ബീട്രൂട്ട് കിച്ചടിയാ? നന്ദന്റെ ഒരു തൊട്ട് കാണിച്ചു തന്ന. വേണോ? വേണോ ഇത്? എടുത്തോ. വേണ്ട, വേറെ കൊടുക്കും മക്കളെ. നമുക്ക് അങ്ങനെ എച്ചിൽ കൊടുക്കണ്ട. ഞാൻ തൊട്ടില്ല. എച്ചിലാക്കാൻ കൊടുക്കണ്ടേന്ന്. എനിക്ക് ഇത് വേണ്ട. അയ്യോ നക്കിയത്. എനിക്കുള്ള മാങ്ങ പരിപ്പ് പപ്പടം ഇത്ര മതി. അതുകൊണ്ടല്ലേ നിങ്ങളെ ഞാൻ ഇത്ര നിർബന്ധിച്ചത് ഇലയെ തിന്നാൻ വേണ്ടി. അതൊക്കെ പറ്റുമമ്മ. എക്സ്പീരിയൻസ്. അത് ശീലം വന്നാ അങ്ങനെ പറ്റും. ഉപ്പൊന്ന് നോക്കാം. അതങ്ങനെയാണ്. അത് കുറെ കാലം നമ്മൾ കറിയൊക്കെ വെച്ച് വരുമ്പോ നമുക്ക് അറിയാൻ പറ്റും ഇത്ര ഉപ്പാണ് ഇത്ര കറിക്കെന്ന്. മനസ്സിലായാ? എല്ലാം കണക്കിന് ചേർക്കാൻ പറ്റും. പ്രത്യേകിച്ച് നമ്മളെ വീട്ടിലെ മീൻ കറി. ശരിയല്ലേ? വ്രത സമയത്ത് ഞാൻ ഉപ്പ് നോക്കൂലല്ല. ശരിയാണ്. ഞാൻ വ്രതമാണെങ്കിൽ ഞാൻ പൊങ്കാലക്കൊക്കെ വ്രതം. പക്ഷെ ഞാന് കറി വെച്ചു കൊടുക്കും. ഉപ്പൊന്നും നോക്കാതെ അവർ കറി വെച്ചു കൊടുക്കും. നല്ല രുചിയുണ്ട് എനിക്ക്. തന്നെയടി. മതി മതി. നല്ല രുചിയുണ്ടെന്ന് പറഞ്ഞ കുറെ കറി ആയി. മതിയാക്കും. അവിയൽ വേണോ? എനിക്ക് ഇവിടെ കേട്ടാ അച്ഛാ. അച്ഛാ എനിക്ക് ഇവിടെ കാര്യം ഓർത്തിട്ട് എന്താന്നറിയോ അമ്മ? വൈകാമ ഇവള് വേറെ വീട്ടിൽ പോയി കഴിക്കേണ്ടി. എന്തിനാ അച്ചാർ ചുമ്മാ അരി കുടിക്കണത്? അല്ല മാറ്റി മാറ്റി മാറ്റി. ഇത് അച്ചാറിന്റെ വെള്ളം ചുമ്മാ അരി കുടിക്കും. ഇത്തിരി തോരന് കൊടുത്താ. തോരൻ ഒരു പിടി ചോറ്. തോരൻ നിറച്ചു പോയി. എനിക്ക് വേണം നല്ല തോരൻ. തോരൻ വേണോ? പപ്പടം മതിയാ? കുഴപ്പമില്ല. വാരി തിന്നട്ടെ. നീ ഇപ്പൊ എടുക്കാൻ ഒരു വട്ടം പറഞ്ഞ പിന്നെ നിനക്ക് അവരുടെ സ്വഭാവം പറഞ്ഞിട്ട് അവരെല്ലാം നീ പപ്പടം നീന്നല്ലേ? കുഞ്ഞു ചോദില് എല്ലാവരും സദ്യ കഴിച്ചാന്ന് ചോദില്. മിണ്ടാലും കഴിച്ചിട്ട് തരാം. അവളുണ്ട്. അവളൊരു 56 പപ്പിയുണ്ട്. ഒന്നാറും എല്ലാരും കൊണ്ടാലും അമ്മയുടെ വീട്ടിൽ ഒന്നുമില്ല. സന്ധ്യയാണെങ്കിൽ എന്റെ നേസയോ ചോറോ സന്ധ്യ അല്ല സദ്യ. സദ്യയാണെങ്കിൽ അമ്മയുടെ വീട്ടിലൊന്നോ അയാൾക്ക് നമ്മളെ അമ്മ വന്നു. സന്ധ്യ ടീച്ചർ കാണും. സന്ധ്യ ടീച്ചർ സദ്യ കഴിച്ചാന്ന് ചോദിക്കും. സന്ധ്യ ടീച്ചർ കാണും. എല്ലാവർക്കും ഹാപ്പി വാവ്. ഹാപ്പി ബർത്ത്ഡേ. നമുക്ക് വാവ് ഒന്നുമില്ല. അമ്മയുടെ ഫോട്ടോയിൽ ചന്തപ്പൻ, അമ്മയുടെ ഫോട്ടോയിൽ അച്ഛൻ,
ഇത് ഞാൻ കുഞ്ഞി, ഇത് ചേട്ടൻ. പിന്നെ ഇത് ചേട്ടൻ. ചേട്ടൻ. ഇഞ്ചി കഴിച്ചു വെക്കണം. ഈ ഇഞ്ചി ഇത് ഞാൻ. കുഞ്ഞില്ല മതി 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 മതി. അമ്മയുടെ വയറ്റില് കൊള്ളാൻ നിൽക്കുന്നു. ഞാൻ കൈ വറ്റില്ല. കൊള്ളാം. അമ്മയുടെ വയറ്റിൽ ആരുണ്ടമ്മ? അമ്മ ഈ വയറ്റിൽ ആരുണ്ട്? കുഞ്ഞി അപ്പൊ ചേട്ടൻ, ഇത് ചേട്ടൻ, ഇത് ചേട്ടൻ. അമ്മ ആദ്യം വന്നല്ലേ ഇത് പാവാട. ഇതാണ് പായസം ഗ്ലാസ്സിൽ കൊടുത്താൽ മതി. ഇത് ഞാനാണ്. അവർക്ക് ഇലയെ കുടിക്കാറുണ്ടോ? ചേട്ടാ, ഇത് ഞാനാണ്. ഇത് നീ, ഇത് നീ, ഇത് അമ്മ, ഇത് നീ, ഇത് ഞാൻ. ആ ഇന്നലെ മാറ്റി. അമ്മ ഫോട്ടോയിൽ നമ്മളെ കാണണ, നമ്മളെ ആര് മാറ്റി? ഉണ്ടായി മനുഷ്യ. ഫോട്ടോയില് നമ്മളെ കാണണ ഉണ്ടായടാ. സോവന്റെ അപ്പൂപ്പനാണ് നമ്മളെ വീഡിയോയിലാണ് കാണാൻ. അപ്പൂപ്പ ഇറങ്ങി വരും നിനക്കിട്ട് തരുന്നത് നമ്മളെ ഫോട്ടോയിലായിട്ടാണ് നമ്മളെ ആദ്യമായിട്ട് നമ്മളെ വീടുള്ളിൽ മാതി ആക്ക പെണ്ണെ അങ്ങോട്ട് കഴിവണേ. ആരെങ്കിലും ശങ്കർ മാമനുണ്ട്. ഫസ്റ്റ് ഞാൻ ഓർഡർ ചെയ്തിട്ട് ഞാൻ എടുക്കാം, ഞാൻ എടുത്തോളാം, ഞാൻ എടുക്കാം. എടുക്കുക, നിങ്ങൾ എടുക്കുക. ഇത്രയേ ഉള്ളു കേട്ടാ. ഇതിനാണ് ഈ ബഹളവും പ്രകടനവും ഒക്കെ. നിങ്ങക്ക് ഓരോ ദിവസം ഓരോ കഥയാണ്. ഒന്നെങ്കിൽ അപ്പൂപ്പ, അല്ലെങ്കിൽ അമ്മൂമ്മ, അല്ലെങ്കിൽ അമ്മ. അപ്പൂപ്പനും അമ്മൂമ്മയും അവിടെ നിന്ന് തന്നെ ഇപ്പൊ മേലെ ഇരുന്നാണ് നോക്കണം. ഓ. അപ്പൂപ്പ അവിടെ ഇരുന്ന് നോക്കിക്കൊണ്ടിരിക്കുന്നു. അതൊക്കെ ചുമ്മാ പറഞ്ഞേട്ടാ, അവരുടെ ഒരു ക്രിയേറ്റിവിറ്റി സ്റ്റോറി. അപ്പൊ നോക്കണം എന്നൊക്കെ. നിനക്ക് ഇല എടുക്കാൻ ഇനി ഒരാള് വരുമോ? ഇവിടെ ഇരുന്ന് കുടിച്ച പായസത്താ. ഇരിക്കുമെങ്കിൽ പിന്നെ പായസം എടുത്തോണ്ട് വരട്ടെ ഞാൻ. എനിക്ക് പൈസ എടുത്തു. സ്പൂൺ വേണോന്നേ? കരണ്ടി വേണോ? കരണ്ടി കരണ്ടിയൊന്നും വേണ്ട, എനിക്ക് പൈസ ഒന്നും. കരണ്ടിയൊന്നും വേണ്ട. ഞാൻ വീട്ടിക്കാരൻ കൂടെ പേടിക്കണം. അപ്പൊ ഭയങ്കര സാധനമാണ്. അപ്പൊ ഭയങ്കര സാധനമാണ്. ഭയങ്കര സാധനമാണ്. അതുകൊണ്ട് പണ്ട് അപ്പൂപ്പന്റെ കിട്ടിയിട്ടുള്ളൂ. അപ്പൊ എന്നെ എന്തിനു വിദ്യാസപ്പിച്ച് വെച്ചേക്കണേ? അപ്പൂപ്പന്റെ ഫോട്ടോ പിന്നെ നമ്മളെ വീട്ടിനകത്തല്ലേ വെക്കേണ്ടത്. നീ വരയ്ക്കണ്ട. ഞാൻ ഫോട്ടോ എടുത്ത് നിങ്ങൾക്ക് തരട്ടാ. എനിക്ക് നിങ്ങളെ വീട്ടിൽ കൊണ്ടുപോയിട്ടാ. എനിക്ക് എന്റെ വീട്ടിൽ കൊണ്ടുവയ്ക്കണ്ട. അമ്മ നല്ലായിരിക്കും. എന്റെ വീട്ടിലൊന്നും കൊണ്ടുവയ്ക്കണ്ട. അപ്പൂപ്പനാണ് അനുഗ്രഹം കിട്ടും. വേണ്ട. പായസം നല്ല രുചിയുണ്ട്. രുചിയുണ്ടാ? ശരി ശരി. നീ എന്നാ കടൽ ഒഴിക്കുന്ന? കടലിന് ഓണത്തിന് വെക്കാം. ഓണത്തിന്? ഇന്നത്തെ ഇന്ന് വാവല്ലേ? ഇന്ന് വാവ്. ഓണത്തിന് വെക്കാം. നല്ല രുചിയായിരുന്നു കറികള് തന്നെ. ഞാൻ പോട്ടാ, എനിക്ക് ജോലിയിൽ ഇടാക്കണം, പാത്രമൊക്കെ വൃത്തിയാക്കണം. പോട്ടാ. ഉച്ചക്ക് എന്തരി? ഇതാണ് ഉച്ച. ഉച്ചക്കാണ് ഇപ്പൊ കഴിച്ചത്. ഇനി എന്ത് വേണം? ചായ എന്നിട്ടില്ലേ? നിങ്ങൾ ഇത്തിരി പോ അമ്മ. നിങ്ങള് നീ കുളിക്കുന്നൊന്നുമില്ലേ? ഞാൻ രാവിലെ കുളിച്ച്. അപ്പം പറ, നമ്മളെ വാവ് സന്തോഷത്തോടെ കഴിഞ്ഞെന്ന് പറ. എന്റെ വാവ് സന്തോഷത്തോടെ കഴിഞ്ഞേ. നിങ്ങൾ ആഘോഷിച്ചാന്ന് ചോര് ആലോചിച്ചാ പറയാൻ പറ. പറയണേന്ന് പറഞ്ഞാ മതി. പറയുന്നു പറയേ. ശരി. ആഘോഷത്തോട് നടന്നാ ഒരു തുണിയാച്ചോണ്ട് പറഞ്ഞ മതി മതി. കട്ടി ക്യാമറ ഓഫ്. ഞാൻ ഒന്ന് പറഞ്ഞ അവൻ കേൾക്കൂല.